ഇവിടെ പുതുതായിട്ട് പണി കഴിപ്പിച്ച മൾട്ടി ലെവൽ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇതാവുമ്പോൾ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. വാഷ്റൂമും താഴേക്ക് പോകാനുള്ള ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പൊരി വെയിലത്തൂടാട്ടോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. നടപ്പന്തലിനകത്തും പുറത്തുമായിട്ടൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഇന്നിവിടെ കല്യാണമൊക്കെ കുറവായിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ മണ്ഡപത്തിലൊക്കെ ഇവിടെ നല്ല തിരക്ക് നമുക്ക് കാണാമായിരുന്നു. കുറെ നേരം നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യാത്ര തുടർന്നു. ഗുരുവായൂർ നമ്മൾ നേരെ പഴനിയിലേക്കല്ല, വാളയാർ കോയമ്പത്തൂർ വഴി ആദ്യോഗി ഇഷാ ടെമ്പിളിലേക്കാട്ടോ നമ്മൾ പോകുന്ന വഴി കണ്ടൊരു ആനക്കുട്ടനാട്ടോ ഇത്. സംഭവം പാള വെച്ച് നിർമ്മിച്ചാന്ന് തോന്നുന്നു, അല്ല കടവുദ്ഘാടനത്തിനോ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്നതാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് മണ്ണുത്തി ഹൈവേ എത്തുന്നവരെ റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ 1:20 ആയപ്പോഴത്തേക്കും നമ്മൾ മണ്ണുത്തിയിലെത്തിയേ. വൈകാതെ ഹൈവേയിലും എത്തി. ഹൈവേ എത്തിയതോടുകൂടി നമ്മൾ ഹാപ്പി, വണ്ടിയും ഹാപ്പി. ഇനി വണ്ടി പറവിറക്കുവേ. ഈ കാണുന്നത് ചുവന്ന മണ്ണ് അക്വാഡക്റ്റ് ആണ്. ദൂരെ നോക്കിയപ്പോഴത്തേക്കും ടോൾ പ്ലാസ ആണെന്ന് തോന്നിപ്പോയി. നമ്മൾ ഇപ്പോഴെത്തിയിരിക്കുന്നത് കുതിരാണ്ടണല്ല, വെറും മിനിറ്റുകൾ കൊണ്ടാണ് തുരങ്കം കടന്നിരിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്കും കുതിരാൻ അയ്യപ്പ ക്ഷേത്രത്തിന്റെ അവിടെ കാണിക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ചുരം കയറി ഇറങ്ങുന്നത്.